പോർച്ചുഗലിന് എപ്പോഴും ടാലന്റ് ഉണ്ടായിരുന്നു. 4 വേൾഡ് കപ്പ് ഫെയിലിയേഴ്സ്. ഒരു ചോദ്യം മാത്രം ബാക്കി. ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫൈനൽ വേൾഡ് കപ്പ്. പോർച്ചുഗലിന് ഒടുവിൽ വേൾഡ് കപ്പ് നേടാൻ പറ്റുമോ, അതോ വീണ്ടും ഓൾമോസ്റ്റ് ചാമ്പ്യൻസ് എന്ന പേര് മാത്രം ബാക്കിയാകുമോ? എന്തായാലും ഇത് പഴയ പോർച്ചുഗൽ അല്ല. ഈ സ്ക്വാഡ് വെച്ച് എന്തായാലും വേൾഡ് കപ്പ് നേടാൻ ഇവരും അർഹരാണ്. ആദ്യം അറ്റാക്ക്. പോർച്ചുഗലിന്റെ അറ്റാക്ക് ഫ്രൈറ്റനിങ്. റാഫേൽ ലിയാവ്, ജുവാവ് ഫെലിക്സ്, ഗൊൻസാലോ റാമോസ്. പക്ഷെ ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം. റൊണാൾഡോ ഇനി അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാർട്ടർ അല്ല. ആരും ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ടാക്ടിക്കലി അതാണ് കോൺഫ്ലിക്റ്റ്. പോർച്ചുഗൽ അവനോടൊപ്പം കളിച്ചാൽ സ്ലോവർ ബിൽഡപ്പ്, അവനില്ലാതെ കളിച്ചാൽ മോർ കെയോസ്, മോർ പ്രസ്. ഏത് ഡിസിഷൻ എടുക്കുന്നു എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് റൊണാൾഡോ തന്നെയാണോ? അല്ല. റിയൽ വീക്ക്നെസ് എന്നത് ഡിഫെൻസീവ് ട്രാൻസിഷൻസ് ആണ്. റൂബൻ ഡിയാസ്, നൂനോ മെൻഡസ്, കാൻസലോ. പക്ഷേ എലീറ്റ് ടീംസ് ലൈക്ക് ഫ്രാൻസ്, അർജന്റീന, ബ്രസീൽ അവർ പോർച്ചുഗലിന്റെ ഫുൾ ബാക്സിനെ വേട്ടയാടും. ഒരു കൗണ്ടർ അറ്റാക്ക്, ഒരു ഡിഫെൻസീവ് ലാപ്സ്, ഗെയിം ഓവർ. പക്ഷേ മിഡ്ഫീൽഡ്, അവിടെയാണ് പോർച്ചുഗലിന് വേൾഡ് കപ്പ് നേടാനുള്ള കീ. വിറ്റിഞ്ഞ, ബ്രൂണോ, ബെർണാഡോ, ജുവാവ് നെവെസ്. 19 വയസ്സ്, കളിക്കുന്നത് വെറ്ററൻ പോലെ. ഈ മിഡ്ഫീൽഡിന് ഏത് ഗെയിമും കൺട്രോൾ ചെയ്യാൻ പറ്റും. പൊസഷൻ, ടെമ്പോ, ഡേർട്ടി വർക്ക്. പക്ഷെ ഇതാ അൺകംഫർട്ടബിൾ ട്രൂത്ത്. ടാലന്റ് ഒരിക്കലും പോർച്ചുഗലിന്റെ പ്രോബ്ലം അല്ല, മെന്റൽ സ്ട്രെങ്ത് ആണ്. 2022 സ്വിറ്റ്സർലാൻഡിനെ 6-1 തോൽപ്പിച്ചു. അടുത്ത മാച്ച് മൊറോക്കോ 1-0 തോറ്റു. അതുകൊണ്ട് ചോദ്യം അവർക്ക് നേടാൻ പറ്റുമോ എന്നല്ല, 7 മാച്ചസിന് സഫർ ചെയ്യാൻ അവർ റെഡിയാണോ എന്നാണ്. പോർച്ചുഗലിനെ ജയൻസ് ആയി കമ്പയർ ചെയ്യാം. അർജന്റീന, ഫ്രാൻസ്, ബ്രസീൽ. പോർച്ചുഗൽ ടാക്ടിക്കലി അർജന്റീനയേക്കാൾ ബെറ്റർ ആണ്. മിഡ്ഫീൽഡിൽ ഫ്രാൻസിനേക്കാൾ ടെക്നിക്കൽ, ബ്രസീലിനേക്കാൾ സ്ട്രക്ചേർഡ്. പക്ഷേ മെന്റാലിറ്റി, അവിടെയാണ് പ്രശ്നം. ഇതാ എൻ്റെ ഓണസ്റ്റ് പ്രഡിക്ഷൻ. പോർച്ചുഗലിന് 2026 വേൾഡ് കപ്പ് നേടാൻ പറ്റും. പക്ഷേ 3 കാര്യങ്ങൾ നടന്നാൽ മാത്രം. 1, റൊണാൾഡോ സൂപ്പർ സബ് റോൾ ആക്സെപ്റ്റ് ചെയ്യണം. 2, ജുവാവോ നെവസ് എവറി നോക്കൌട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. 3, ഡിഫൻസ് ഓരോ ചെറിയ മിസ് പോലും വരാതെ നോക്കണം. ഈഗോ ടാക്ടിക്സിന് മുകളിൽ വന്നാൽ ക്വാർട്ടർ ഫൈനൽ എക്സിറ്റ്. അവരൊരു പാക്കായി കളിച്ചാൽ ഫൈനൽ ഇസ് റിയൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ 5 ബാലൻ ഡോർസ്, 5 ചാമ്പ്യൻസ് ലീഗ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ സ്കോറർ, 0 വേൾഡ് കപ്സ്. പക്ഷേ ഈ പ്രാവശ്യം കഥ വേറെ. ഒരുപക്ഷെ ഇത് റൊണാൾഡോയുടെ അവസാന വേൾഡ് കപ്പ് ആകാം. ഒരുപക്ഷെ ഇത് പോർച്ചുഗലിന്റെ ഏറ്റവും മികച്ച ജനറേഷൻ ആകാം. പക്ഷേ ഫുട്ബോൾ ഹിസ്റ്ററി ചാമ്പ്യൻസിനെ മാത്രം ഓർക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, 2026 ഒരു ബ്യൂട്ടിഫുൾ ഫെയിലിയർ ആകുമോ, അതോ ഫുട്ബോൾ കാത്തിരുന്ന നിമിഷമാകുമോ? നമ്മൾക്ക് കാത്തിരിക്കാം. ഓരോ പോർച്ചുഗൽ ആരാധകനും സ്വപ്നം കണ്ടു തുടങ്ങാം. ദ ടൈം ഇസ് അപ്പ്. ഈ തവണ ഇല്ലെങ്കിൽ പിന്നെയില്ല.